തിരുവനന്തപുരത്തും തൃശൂരും CPM വോട്ട് മറിച്ചേക്കുമെന്ന് സൂചന. ഇരുമണ്ഡലങ്ങളിലും CPI സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. BJP ഇരുമണ്ഡലങ്ങളിലും ആത്മവിശ്വാസത്തിലാണ്. ഇതിനു പിന്നിൽ വോട്ട് കച്ചവടത്തിനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. ലാവ്ലിൻ കേസ് നിരന്തരം മാറ്റിവെക്കുന്നതും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള മാസപ്പടി കേസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതും ഇതിനുള്ള തെളിവുകളായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. CPM-നെ സംബന്ധിച്ച CPI-ക്ക് 2 സീറ്റ് നഷ്ടപ്പെടുന്നതിനേക്കാൾ ഉപരി മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും രക്ഷിച്ചെടുക്കുക എന്നതാണ് പ്രധാനം. 2 സംസ്ഥാന മുഖ്യമന്ത്രിമാരെ അഴിക്കുള്ളിലാക്കിയ ED കേരള മുഖ്യമന്ത്രിക്കെതിരെ നീങ്ങാത്തതും തൃശൂർ, തിരുവനന്തപുരം സീറ്റുകൾ ലക്ഷ്യം വെച്ചാണ് എന്നാണ് സംസാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിക്കെതിരെ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോലും സംസാരിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. BJP-യെ സംബന്ധിച്ച് കേരളത്തിൽ ഒരു സീറ്റ് നേടുക എന്നത് വളരെ നിർണായകവുമാണ്. ആ സാഹചര്യത്തിൽ എന്തു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറാകും. തൃശൂർ LDF മേയർ MK വർഗീസ് സുരേഷ് ഗോപിയെ അനുകൂലിച്ച് സംസാരിച്ചതും വോട്ട് കച്ചവടവുമായി ചേർത്ത് വായിക്കേണ്ടതായിരിക്കും. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് വർഗീയത പറഞ്ഞുകൊണ്ട് സീറ്റ് നേടുക എന്നത് അപ്രായോഗികമാണ് എന്ന് BJP-ക്ക് നന്നായിട്ടറിയാം. ആ സാഹചര്യത്തിൽ ഏക പോംവഴി വോട്ട് കച്ചവടം നടത്തുക എന്നത് തന്നെയാണ്.